എല്ലാവർക്കും നമസ്കാരം. പുതിയ ഗവൺമെൻറ് ഈ ദിവസങ്ങളിൽ ഉണ്ടാകും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഏതൊക്കെയാലും അടിയും പിടിയും എല്ലാം കഴിഞ്ഞ് അവസാനം തമ്മിൽ തല്ലി പിരിഞ്ഞ് പല പീസുകളായി പോയില്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ഉണ്ടാകും. ആ ഗവൺമെൻറ്റിനോട് ചില കാര്യങ്ങൾ നമ്മൾ പറയാൻ ആഗ്രഹിക്കുക. ഇതിനു മുമ്പ് പലതും നമ്മൾ ചെയ്യരുതെന്നാണ് പറഞ്ഞത്. ഇനി ചെയ്യേണ്ടതായ ചില കാര്യങ്ങൾ പല വീഡിയോകളിലൂടെ പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിലൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഗവൺമെൻറ് മാന്യമായി ഭരിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ നിയമവാഴ്ച ഉണ്ടാക്കണം. അത്യാവശ്യം വേണ്ട മേഖല, വിദ്യാഭ്യാസവും ആരോഗ്യവും അങ്ങനെയൊക്കെയുള്ള അത്യാവശ്യ മേഖല മാത്രം ഗവൺമെൻറ് കൈകാര്യം ചെയ്താൽ മതി. അല്ലാത്ത കാര്യങ്ങൾ ഗവൺമെൻറ് കൈകാര്യം ചെയ്യുകയേ വേണ്ട. അത് സംസ്ഥാനത്തിന് ഗുണമല്ല. ഞാൻ പറയുന്നത്, നമ്മളൊരാളൊരു വീട് പണിയുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ സാമ്പത്തികം ഉണ്ടെങ്കിൽ നമ്മളത് ഫുൾ കോൺട്രാക്റ്റ് അങ്ങ് കൊടുത്തേക്കും, ഉത്തരവാദിത്തമുള്ളൊരു കോൺട്രാക്ടർക്ക്. അയാൾ ജോലിക്കാരെ കൊണ്ടുവന്ന് സാധനങ്ങൾ കൊണ്ടുവന്ന് കൃത്യമായിട്ട് പണിയുമ്പോൾ നമുക്കൊരു ആർക്കിടെക്റ്റും ഒരു എഞ്ചിനീയറും ഒക്കെ ഉണ്ടെങ്കിൽ അത് നോക്കി അങ്ങ് ചെയ്താൽ തലവേദന ഇല്ലാത്ത കാര്യങ്ങൾ നടക്കും. എന്തുകൊണ്ടാണ്? ഉത്തരവാദിത്തമുള്ള ഒരാൾ അതിനകത്തുണ്ട്. ഇനി നമുക്ക് കുറച്ചുകൂടെ സാമ്പത്തികം കുറവാണെങ്കിൽ പോലും നമ്മൾ ഈ പണിക്കാരെ മേയിക്കാൻ നമ്മൾ നിൽക്കുകയില്ല. നമ്മളതിൻ്റെ ലേബർ അങ്ങ് കോൺട്രാക്റ്റ് കൊടുക്കും, പണിക്കൂലി മാത്രം. എന്ന് വെച്ചാൽ തൊഴിലാളിയെ കൈകാര്യം ചെയ്യാൻ വ്യക്തികൾക്ക് പറ്റുകയില്ല. ഇതുപോലെ തന്നെയാണ് സർക്കാരിൻ്റെ കാര്യവും. സർക്കാരിൻ്റെ തൊഴിലാളികളെ കൈകാര്യം ചെയ്യാൻ പറ്റുകയില്ല. അത് സർക്കാരിൻ്റെ തൊഴിലാളിയല്ല, സർക്കാർ ഉദ്യോഗസ്ഥന്മാരായി ഇവന്മാർ മാറും. ഇവന്മാരെ കൈകാര്യം ചെയ്യാൻ ആരെക്കൊണ്ടും പറ്റുകയില്ല. അവർ പണിയെടുക്കുകയില്ലെന്ന് തീരുമാനിച്ചിരിക്കുന്നവരാ. യൂണിയൻ്റെ സംരക്ഷണം കൂടി ഉള്ളതുകൊണ്ട് അവർ പണിയെടുക്കുകയില്ല. ഇപ്പോൾ വേണ്ടേ, ഈ ഏറ്റുമാനൂരിനിപ്പുറത്ത് ഒരു നെല്ല് കുത്തുന്ന മില്ല് കൊണ്ടുവന്നിട്ടുണ്ട്. മറ്റേ സൊസൈറ്റി അത് പണിയുന്നത്. മറ്റേ സൊസൈറ്റി അത് പണിയുമ്പം ആ കെട്ടിടം പണിയുന്നതിൻ്റെ കമ്മീഷൻ മേടിക്കുമെന്നല്ലാതെ 80 കോടി എങ്ങാണ്ട് അതിന് എസ്റ്റിമേറ്റ് ഉണ്ട്. ആ കമ്മീഷൻ മേടിക്കുമെന്നല്ലാതെ അതുകൊണ്ട് യാതൊരു പ്രയോജനവും കേരളത്തിലെ നെൽകർഷകർക്ക് ഉണ്ടാകാൻ പോകുന്നില്ല. എന്നാൽ ഏതെങ്കിലും മില്ലുകാരനെ കൊണ്ട് കൃത്യമായിട്ട് നെല്ലടിപ്പിച്ച് അത് കൃത്യമായിട്ട് അതിൻ്റെ പൈസയും കൊടുപ്പിച്ചാൽ കൃഷിക്കാരന് ഗുണമാണ്. സർക്കാർ പുതിയ പുതിയ കാര്യങ്ങൾ ഏറ്റെടുക്കരുത്. ലോകം മുഴുവൻ നമ്മൾ വിജയിച്ച ഗവൺമെൻറ്റുകളെ എല്ലാം ശ്രദ്ധിക്കുമ്പോൾ അവർ വിജയിക്കാൻ ആവശ്യമായ സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക. വിദ്യാഭ്യാസം, ആരോഗ്യം, അത്യാവശ്യം വേണ്ട റോഡ് സംവിധാനം, ഇതൊക്കെയാണ് ഗവൺമെൻറ് ചെയ്തു കൊടുക്കേണ്ടത്. പരമാവധി ഗവൺമെൻറ് മെക്കാനിസത്തിൽ ആളുകൾ കുറയണം. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ ഉണ്ട്. പുതിയ ഗവൺമെൻറ് വരുമ്പോൾ കൃത്യമായിട്ടും ഹർത്താൽ, ബന്ദ് ഹൈക്കോടതി നിരോധിച്ചിട്ടുണ്ട്. ബന്ദ് ഹൈക്കോടതി നിരോധിച്ചു കഴിഞ്ഞപ്പോൾ പേര് മാറ്റി ഹർത്താൽ, പണിമുടക്ക്, ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ കംപ്ലീറ്റിനെയും ഇതിനെ ഏത് രീതിയിലാണെങ്കിലും കൃത്യമായിട്ട് പഠിച്ച് അതിന് നിയമങ്ങളുണ്ടാക്കി ഇതിനെ നിരോധിക്കണം. ഈയിടെ ദളിതരുടെ ഒരു ഹർത്താൽ നടന്നു. ആ ഹർത്താലിനകത്ത് ഞാൻ കർശനമായിട്ട് പറഞ്ഞു, ഒരു ഹർത്താലിന് 5283 കോടി രൂപയുടെ നഷ്ടമുണ്ട്. ഈ നഷ്ടം സംസ്ഥാനത്ത് വരുത്തിക്കൊണ്ട് ഹർത്താൽ നടത്താൻ പറ്റുകയില്ല എന്ന് കർശനമായിട്ട് പറഞ്ഞു. ആ വീഡിയോയുടെ അടിയിലൊക്കെ ഭയങ്കര തെറിയായിരുന്നു. ഞാനിതൊന്നും വായിക്കാറില്ല. എൻ്റെ കൂടെയുള്ളവർ വായിച്ചിട്ടിരുന്ന് ചിരിക്കുന്നത് ഞാൻ കണ്ടു. അല്ലാതെ ഞാനിതൊന്നും വായിക്കാറൊന്നുമില്ല. ഇതിനു മുമ്പ് LDF ഭാരത് ബന്ധെന്നും പറഞ്ഞ് വെച്ചിട്ട് കേരളത്തിൽ പൊതുപണിമുടക്ക് വെച്ചപ്പോൾ ഞാൻ ഇത് തന്നെ പറഞ്ഞു, 5283 കോടി രൂപ നശിപ്പിച്ച് കളയുന്ന ഒരു ഹർത്താൽ സംസ്ഥാനത്ത് നടത്താൻ പറ്റില്ല. ഏതാണ്ട് 30 വർഷം മുമ്പ് മംഗളം പത്രത്തിൻ്റെ എഡിറ്ററായിട്ടിരുന്ന KM റോയി ഒരു ഹംഗറിക്കാരനെയുമായിട്ട് ആലപ്പുഴയിൽ കൂടെ വരുമ്പം അവിടെ അന്നത്തെ കാലത്ത് ഹർത്താൽ നടക്കുക. അന്നേരം ഈ ഹംഗറിക്കാരൻ KM റോയി ചോദിച്ചു, ഇതെന്നതാണെന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു, ഇതാണ് ഇവിടുത്തെ പൊതുപരിപാടിയാണ്, ഇവിടെ ഹർത്താൽ എന്ന് പറയുന്നു പറഞ്ഞു. അയാൾ ചോദിച്ചു, ഓ ഇതാണോ ബന്ദ് അല്ലെങ്കിൽ ഹർത്താൽ? ഇത് 400 വർഷം മുമ്പ് ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ടെന്ന്. എന്ന് പറഞ്ഞാൽ 400 വർഷം മുമ്പ് സായിപ്പന്മാരുടെ നാട്ടിലുണ്ടായിരുന്നതും അവരുപേക്ഷിച്ച് കളഞ്ഞതുമായ ഒരു ശുദ്ധ തെമ്മാടിത്തരമാണ് ഈ ഹർത്താൽ. എന്നിട്ടിപ്പോൾ ഹർത്താലിനെതിരെ വീണ്ടും പറയുന്നത് ക്യാൻസർ രോഗിയെ തടഞ്ഞതല്ല, ക്യാൻസർ രോഗി അല്ലെന്ന് തെളിഞ്ഞുകൊണ്ട് കോടതി ജാമ്യം കൊടുത്തുന്നത്. ക്യാൻസർ രോഗിയെ തടയുന്നതോ തടയാതിരിക്കുന്നതൊന്നും അല്ല നിയമം. എന്നാ നിയമം എഴുതി വെച്ചേക്കുന്നത് രോഗികളെ വഴി തടയരുതെന്നാണോ നിയമം? അങ്ങനെയൊന്നുമല്ല. ഒരു മനുഷ്യൻ്റെ സഞ്ചാര സ്വാതന്ത്ര്യം തടഞ്ഞാൽ, അവൻ കേസിന് പോയാൽ അല്ലെങ്കിൽ കേസെടുത്താൽ അകത്തു പോവും. അതിനി എന്നാ വ്യാഖ്യാനം കൊടുത്തെന്ന് പറഞ്ഞാലും അകത്തു പോവും. ഇനി മുന്നോട്ടാണേലും ഹർത്താലുകൾ വന്നാൽ ഹർത്താലുകൾ നേരിടാൻ നിയമ നടപടികളുമായി പോകാൻ ഞങ്ങൾ കേരള ജനമിത്ര മുന്നോട്ട് ആഗ്രഹിക്കുക. ഒരു കാരണവശാലും ഇതിനെ അനുവദിക്കാൽ അത് സുപ്രീം കോടതി വരെ പോകേണ്ടി വന്നാൽ പോവുകയും ചെയ്യും. അതിനുള്ള വക്കീലന്മാരും സാഹചര്യങ്ങളും എല്ലാം ഞങ്ങൾ റെഡിയാക്കിയിട്ടാണ് ഞങ്ങൾ ഈ സംഘടന നിൽക്കുന്നത്. മുന്നോട്ട് ഇത് അനുവദിക്കുകയില്ല. ഇനി ദളിതരോടും കൂടെ പറയട്ടെ, കേന്ദ്ര ഗവൺമെൻറ് 24,000 കോടി രൂപ കഴിഞ്ഞ ചില വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ 5 വർഷമായിട്ട് ഈ SC/ST വിഭാഗത്തിൻ്റെ ഉന്നമനത്തിനായി കേരളത്തിലോട്ട് കൊടുത്തിട്ടുണ്ട്. അവസാനം ഒരു 7,000 കോടി രൂപ ഇവർ കൃത്യസമയത്ത് പ്രൊജക്റ്റ് വെക്കാഞ്ഞുകൊണ്ട് ലാപ്സായിപ്പോയി. ബാക്കി 17,000 കോടി രൂപ കൊണ്ടുവന്നിട്ട് ഇവിടുത്തെ ദളിതർക്ക് എന്നാ കിട്ടി?
ആ വിഷയം ഞാനല്ല വീഡിയോ ചെയ്തുള്ളൂ, വേറെ ആരെങ്കിലും ചെയ്തോ? ആ വീഡിയോ നിങ്ങൾ കണ്ടോ? നിങ്ങൾ എവിടെ ആയിരുന്നു അന്നേരം? സർക്കാർ ഇവിടെ കാണിച്ച ഓരോ വൃത്തികേടുകൾക്കും കൃത്യമായിട്ട് കണക്കുകൾ സഹിതം ഞങ്ങൾ വീഡിയോ ചെയ്തു. ഇതിനു മുമ്പ് LDFിൻ്റെ നേതൃത്വത്തിൽ കേരളം സംഭിപ്പിച്ച ദേശീയ പണിമുടക്കെന്ന് പറഞ്ഞിട്ട് കേരളത്തിൽ നടത്തിയ അതിന് ഞങ്ങൾ കൃത്യമായിട്ട് അതിൻ്റെ ബാക്കി വീഡിയോ ചെയ്തു. അതൊന്നും നിങ്ങൾ കണ്ടില്ല. അവസാനം വന്നപ്പോൾ ഉള്ള ഒരു സാഹചര്യം, ഇനി മുന്നിലോട്ട് അത് ദളിതരാണെങ്കിലും ശരി, അത് ഏത് മതത്തിൽപ്പെട്ടവരായാലും ശരി, ഏത് ജാതിയിൽപ്പെട്ടവരായാലും ശരി, സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക അടിത്തറ തകർക്കുന്ന ഹർത്താലുകൾ നടത്തിയാൽ അതിനുവേണ്ടി ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ എവിടം വരെ പോകേണ്ടി വന്നാലും ഞങ്ങൾ പോവും. അത് അനേകരുടെ ഹൃദയത്തിലുള്ളൊരാഗ്രഹമാണ്, താല്പര്യമാണ്, അനേകരെ സപ്പോർട്ടും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അത് കേരളത്തിൽ ഇല്ലെന്നാക്കണം. ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണ്. കേരളത്തിൽ ഹർത്താൽ നടത്തരുത്. ദളിതരോട് ചോദിക്കട്ടെ, നിങ്ങൾ ഹർത്താൽ നടത്തിയിട്ട് അന്നത്തെ ആ അവന്മാർ ആ പറഞ്ഞ പ്രതികളെ രണ്ടും അറസ്റ്റ് ചെയ്തോ? ഇല്ലല്ലോ. ഇപ്പോൾ ആണ്ടേ ഇനിയിപ്പോൾ പുതിയ ഗവൺമെൻറ് ഉടനെ ആകും, ഓടി ഹർത്താലൂടെയൊക്കെ നടത്തും, ആ പ്രതികളെ അറസ്റ്റ് ചെയ്യട്ടെ. അപ്പോൾ അതൊരു കാര്യം. ഹർത്താലുകൾ കർശനമായിട്ട് ഒഴിവാക്കണം, നിയമം മൂലം. അതിന് കൃത്യമായിട്ട് നിയമം തന്നെ ഉണ്ടാക്കണം. അത് പ്രഖ്യാപിച്ചാൽ അത് പ്രഖ്യാപിക്കുന്ന ദിവസം അത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ച് തടയുന്ന രീതി നിയമം ഉണ്ടാക്കണം. ഒന്ന്. രണ്ട്, കേരള ജനതയുടെ ചോര ഊറ്റിക്കുടയ്ക്കുന്ന കുറച്ച് പ്രസ്ഥാനങ്ങളുണ്ട് ഇവിടെ. ഒന്ന് KSRTC, 2 KSEB, 3 കൃഷി വകുപ്പ്, 4 കിഫ്ബി. ഈ കിഫ്ബി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് ശരിക്കും കേരള ജനതയെ ബാധിച്ചിരിക്കുന്ന ഒരു ഭയങ്കര ക്യാൻസറാണ്. അതിൻ്റെ തലപ്പത്തിരുന്ന കൊള്ളക്കാരൻ ഈ ദിവസങ്ങളിൽ രാജിവെച്ച് പോയിട്ടുണ്ട്. ഇനി അത് ഇല്ലെന്നാക്കി കളയണം, ആ പ്രസ്ഥാനമേ പിരിച്ചു വിടണം അത്. അതുപോലെ KSRTC എന്തുമാത്രം കോടി കൊണ്ട് തിന്നുന്ന പ്രസ്ഥാനമാണ്, അത് വേണ്ടത്. അതെല്ലാം സ്വകാര്യവൽക്കരിക്കണം. KSEB 3, 4, 5 കമ്പനികൾക്കായിട്ട് കൊടുക്കണം. അങ്ങനെ കൊടുത്താലേ പറ്റുള്ളൂ. ഇതെല്ലാം പിരിച്ചു വിട്ടിട്ട് ഇത് മൃഗീയമായ ഭൂരിപക്ഷം ഉള്ളത് കൊണ്ട് ശരിക്കും UDFന് ഇത് ചെയ്യാൻ പറ്റും. ഈ സകലത് മുടിപ്പിച്ച് തകർത്ത ഗവൺമെൻറ് എന്ന് പേരെടുത്ത LDF ഗവൺമെൻറ്റിൻ്റെ സ്ഥാനത്ത് കേരളം തിരിച്ചു പിടിച്ച ഗവൺമെൻറ് എന്നൊരു പേരെടുക്കാൻ പറ്റും, നിങ്ങളത് ചെയ്യാൻ തയ്യാറായാൽ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കേരള ജനത തിരഞ്ഞെടുക്കപ്പെട്ടതിൽ ഒരാളിനെ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കണം. VD സതീശനോ രമേശ് ചെന്നിത്തലയോ ആരെങ്കിലും ആയിക്കോട്ടെ. നിഷ്പക്ഷമായ ജനങ്ങൾ മുഴുവൻ വോട്ട് ചെയ്തിട്ടാണ് ഇത്രയും വലിയ ഭൂരിപക്ഷം കിട്ടിയത്. അവരെ നിരാശപ്പെടുത്താതെ കേരളത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയെ ഓർത്ത് നിങ്ങൾ ആരെങ്കിലും എത്രയും പെട്ടെന്ന് ഒരു മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ച് അത് 1.5 വർഷത്തേന് ഒരു കഷണം ഒരാൾക്ക്, പിന്നെ 1.5 വർഷത്തേന് ഒരു കഷണം വേറൊരാൾക്ക്, അങ്ങനെയൊന്നും വേണ്ട. ഒരാളങ്ങ് ഇരുന്ന് 5 കൊല്ലം അങ്ങ് തേക്കുന്ന രീതിയിലുള്ള സംവിധാനം ഉണ്ടായാൽ മതി. മറ്റവനെ ഇങ്ങോട്ട് അടുപ്പിക്കുകയും ചെയ്യരുത്. കേസിയെ ഓടിച്ചു വിടണം. അയാളെ ഇവിടെ കൊണ്ടുവരേണ്ട ഒരു കാര്യമില്ല. എത്രയും പെട്ടെന്ന് ഗവൺമെൻറ് ഉണ്ടാകണം. എന്നിട്ട് കേരളത്തിന് വളരാൻ പറ്റുന്ന മേഖലകൾ വളർത്തണമെങ്കിൽ ഒന്നാമത്തെ കാര്യം, ഒരു 3 മണിക്കൂർ കൊണ്ട് കേരളത്തിലെ എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും അല്ലെങ്കിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ചെന്നെത്താൻ പറ്റുന്ന യാത്രാ സൗകര്യ സാഹചര്യങ്ങൾ വേണം. റോഡ് പണിത് കമ്മീഷൻ എടുക്കാം എന്ന് ചിന്തിക്കരുത്. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ചെന്നെത്താൻ പറ്റുന്ന ഏറ്റവും അത്യാവശ്യ സൗകര്യങ്ങൾ വേണം. അങ്ങനെ വന്നാൽ നമ്മുടെ സേവന മേഖല, നമുക്ക് ആളുകൾ കൂടുതലാണ്, നമുക്ക് സേവന മേഖലയിലാണ് ആളുകളുള്ളത്. അങ്ങനെ ആരോഗ്യ മേഖല വികസിക്കും, ടൂറിസം വികസിക്കും, പിന്നെ ഫാമിംഗ് ടൂറിസം, അഗ്രികൾച്ചർ ടൂറിസം, IT ഇങ്ങനെയുള്ള മേഖലകൾ വികസിച്ചാൽ എന്ന് പറഞ്ഞാൽ ഒരു വർഷം ഒരു 10 ലക്ഷം തൊഴിലുണ്ടാക്കാൻ പറ്റിയാൽ, ആ തൊഴിലുണ്ടാക്കാൻ പറ്റിയാൽ മിനിമം ഒരു 60,000 65,000 രൂപ ഒരു മാസം ശമ്പളമായിട്ട് കിട്ടത്തക്ക രീതിയിലുള്ള ഒരു 10 ലക്ഷം തൊഴിലുണ്ടാക്കാൻ പറ്റിയാൽ അതിൻ്റെ 80% ആളുകൾ ഇവിടെ ചെലവഴിക്കും. എന്ന് പറഞ്ഞാൽ ഈ 65,000 രൂപ മാസ ശമ്പളമുള്ള ഒരു 10 ലക്ഷം തൊഴിലുണ്ടാക്കാൻ പറ്റിയാൽ ഒരു 6,500 കോടി രൂപയൊക്കെ വരുമാനം ഉണ്ടാവും. അതിൻ്റെ ഒരു 18% GST എടുത്താൽ ഏതാണ്ട് ഒരു 1000 കോടി അടുത്ത് സർക്കാരിലേക്ക് വരും. പകുതി കേന്ദ്രത്തിന് കൊടുത്താൽ പകുതി ഇവിടെ കിട്ടും. അങ്ങനെ വരുമ്പം അത് വലിയൊരു വരുമാനമായിട്ട് സംസ്ഥാനത്തിന് മാറും. അത് സർക്കാർ പലതും ചെയ്യുകയല്ല ചെയ്യേണ്ടത്, ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം. ആന്തൂർസാദിനെ പറ്റിയ അവസ്ഥ അറിയാമല്ലോ, അതുപോലത്തെ സാഹചര്യങ്ങൾ വരരുത്. വെളിയിലൊക്കെ കിടക്കുന്ന ഇവിടെ പണം മുടക്കാൻ തയ്യാറുള്ള ആളുകൾ ഇവിടെ വന്ന് പണം മുടക്കുമ്പം ഏകജാലക സംവിധാനത്തിലൂടെ നിമിഷ നേരം കൊണ്ടല്ല, ചുരുക്കം ദിവസങ്ങൾ കൊണ്ട് 1, 2 അല്ലെ ഒരാഴ്ചയ്ക്കുള്ളിൽ അതിൻ്റെ പെർമിറ്റുകളും പേപ്പറുകളും കൊടുത്ത് പ്രസ്ഥാനം തുടങ്ങുമ്പോൾ അവർക്ക് വിശ്വാസം വരുന്ന രീതി ചെയ്തു കൊടുത്താൽ ജനം ഇങ്ങോട്ട് വരും പണം മുടക്കാൻ. ഇല്ലെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കാൻ അറിയാവുന്ന ആമ്പിള്ളേരെ ഉണ്ടെന്ന് അവർ പറഞ്ഞിട്ട് നമ്മൾ ഇത്ര ഇത് പറയുന്നത്. ഇതെല്ലാം കക്കാനുള്ള വഴിയായി കാണരുത്. കേരളത്തിലെ ബസ് റൂട്ടുകളിൽ 42,000 ബസ്സുകൾ ഓടിക്കാനുള്ള വഴിയുണ്ട്, അതിനുള്ള സാഹചര്യങ്ങളുണ്ട്. 32,000 ബസ് ഉണ്ടായിരുന്നതാണ്. ഇതെല്ലാം KSRTC കഴപ്പ് മൂത്ത് എല്ലാം കയറി അതിൻ്റെ തലങ്ങും വിലങ്ങും മിന്നലും പുറകിലും എല്ലാം ഓടിയതാണ്. ചുമ്മാ ഒടുക്കത്തെ ടാക്സ് കൂട്ടി എല്ലാം നിന്ന് പോയതാണ്.
അതെല്ലാം തിരിച്ച് സംവിധാനങ്ങൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ വണ്ടികൾ വരും. പ്രൈവറ്റ് വണ്ടി 42,000 വണ്ടി എന്ന് പറഞ്ഞാൽ ഒരു വണ്ടിയെ 4, 5, 6 ഉടമസ്ഥൻ ഉൾപ്പെടെ ജോലിക്കാരാവും. അവർ ചെയ്തോളും. അവർ വണ്ടി മേടിക്കുകയും CC അടയ്ക്കുകയും മാന്യമായ രീതിയിൽ അതിൻ്റെ ടാക്സും കാര്യങ്ങളും ഒക്കെ ആക്കി കൊടുത്താൽ മതി. MD അടിച്ച് വരയ്ക്കാത്ത കയറണം. MD അത്യാവശ്യ കാര്യങ്ങൾ ചെയ്താൽ മതി. അല്ലെങ്കിൽ വഴിയിലിറങ്ങി പിരിക്കുന്ന പരിപാടിയെല്ലാം നിർത്തണം. പോലീസും എല്ലാം ശല്യം ചെയ്യാതെ ഒരു കുറച്ച് കാലങ്ങൾ മാന്യമായിട്ടൊന്ന് നിർത്താമെങ്കിൽ കാര്യങ്ങളെല്ലാം ഭംഗിയാകും. വിദേശത്തുനിന്ന് വ്യവസായികൾ ഇങ്ങോട്ട് വരും. അവരിവിടെ വന്ന് പരിപാടികൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെയുള്ള ആളുകൾക്ക് ജോലി കിട്ടും. ആ ജനം മര്യാദയ്ക്ക് ജീവിച്ചോളും. ഇതിനിടയ്ക്ക് ബന്ധം കർത്താലും വെച്ച് യൂണിയനുമായിട്ട് ചെല്ലാതെ അതിനെയെല്ലാം തല്ലി തകർത്ത് ദൂരെ കളഞ്ഞ് മര്യാദയ്ക്കാണെങ്കിൽ പുതിയ ഗവൺമെൻറ് അങ്ങനെ ചില തീരുമാനങ്ങൾ എടുത്താൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കാം. അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർക്ക് ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥന്മാർ മാത്രം ഇവിടെ ജീവിച്ചാൽ മതിയോ, അതോ ഇവിടുത്തെ ജനം എല്ലാം കൂടെ ജീവിക്കണോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ച്, ഇപ്പം ജനം നിങ്ങളെ ഈ 102 സീറ്റും തന്ന് ഏൽപ്പിച്ചപ്പം ജനത്തിൻ്റെ തീരുമാനം അങ്ങനെ അല്ല. സർക്കാർ ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയക്കാരും മാത്രം ജീവിച്ചാൽ പോരെന്നല്ല. അതുകൊണ്ട് അതിനനുസരിച്ച് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം എന്ന് പുതിയ ഗവൺമെൻറ്റിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.